സാബുദാന കിച്ചടി. ഇതിനെ സാബുദാന എന്ന് പറയും, ടാപ്പിയോക്ക പേൾസ് എന്ന് പറയും, ചൗവരി എന്ന് പറയും. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെയും കർണാടകയുടെയും ഫേമസ് സാധനം ആണ്. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഫാസ്റ്റിങ്ങിലൊക്കെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ഇത് സാബുദാന വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾ പാക്കറ്റിൽ ഇങ്ങനെ വരും. സാബുദാന എന്നോ ഇങ്ങനെ ഇതൊക്കെ വരും. അത് ഒരു ഗ്ലാസ് സാബുദാന നിങ്ങളെടുക്കുക, അതൊരു പാത്രത്തിലേക്ക് ഇടുക. എനിക്ക് ഒരു ഗ്ലാസ്സോ എത്ര ഗ്ലാസ് എടുക്കുമോ അത് കുഴപ്പമില്ല. ഗ്ലാസ്സിന് അനുസരിച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സിൻ്റെ കണക്ക് എപ്പോഴും നോക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് സാബുദാനയ്ക്കാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് സാബുദാനയ്ക്കാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. എന്ന കണക്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് സാബുദാന അവിടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ നല്ലത്. വെള്ളം കൂടുതലാവാൻ പാടില്ല. അപ്പോൾ അത് പേൾസായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നോക്കിയോ, അത് ഒന്ന് ഇളക്കിയിട്ട് എടുത്തു വെച്ച് നിങ്ങൾ നല്ലോണം നോക്കിയാൽ സാബുദാന ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പേളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഒരു 1 hour 1.5 hour വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, 3 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. ഒത്തിരി അവേഴ്സ് അങ്ങ് വെക്കേണ്ട. വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ ഞെങ്ങി കിട്ടണം. ഒരു സാബുദാന എടുത്തിട്ട് ഇതുപോലെ ഞെക്കി കിട്ടണം. അപ്പോൾ അത് കറക്റ്റായി. പിന്നെ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പീനട്ട് എടുക്കുക. ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ പീനട്ട് എടുത്തിട്ട്, പച്ച പീനട്ട്, റോ പീനട്ട് എടുത്തിട്ട് അത് നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്യണം. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ ഒന്ന് ചൂടാക്കി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് കടലയൊന്നും ഇങ്ങനെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് അതൊന്ന് തൊലിയൊക്കെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തൊലിയൊക്കെ ഇളക്കി ആ തൊലിയൊക്കെ അങ്ങ് കളയാം. തൊലി കളഞ്ഞിട്ട് അത് മിക്സിയിലിട്ട് തരിതരാ പൊടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊടിയാക്കരുത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഒന്ന് കറക്കിയാൽ മതി. ഇച്ചിരിയൊക്കെ ഒന്ന് അതിനകത്ത് ഇരിക്കണം, എന്നാലും അതിന് ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അവിടെ വെക്കുക. പിന്നെ നമുക്ക് വേണ്ട പച്ചമുളക്, ജിഞ്ചർ, കരിയാപ്പില, പച്ചമുളകൊക്കെ ഫാസ്റ്റിംഗ് ആൾക്കാരാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എരിവ് വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു പാത്രം എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. ഏത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം, മറ്റേ എണ്ണ വേണേൽ ഏത് എണ്ണ ഒഴിക്കുക. എണ്ണ പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം. പിന്നെ 1 സ്പൂൺ ജീരകം അതിനകത്തോട്ട് ഇടുക. 1 സ്പൂൺ ജീരകം ഇടുക. പിന്നെ അതിൽ എനിക്ക് വേണ്ടതെന്ന് കഴിഞ്ഞാൽ ജീരകം ഒന്നിച്ച് ഇതാകുമ്പോൾ 1 സ്പൂൺ കടുക് ഇപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഇടും. നിങ്ങൾ നോക്കി 1 സ്പൂൺ കടുക് ഇടും. അപ്പോൾ ഈ കടുകും അതിനകത്ത് ഇട്ടിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് പൊട്ടണം. പൊട്ടിയിട്ടേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നോക്കിയോ, അത് പൊട്ടാറായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഞാനവിടെ മുളകും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നില്ല, അതൊക്കെ അരിഞ്ഞിട്ട് ഇഞ്ചിയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട്, മുളകും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിനകത്തോട്ട് ഇടും. പച്ചമുളകും ഇഞ്ചിയും അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. അത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സാധനം ഇടാം. അപ്പം ഇത് നമുക്ക് ആക്ച്വലി ഫാസ്റ്റിംഗ് സമയത്തൊക്കെ യൂസ് ചെയ്യാം. കഴിച്ചാലുണ്ടല്ലോ വിശക്കത്തേ ഇല്ല. അതുപോലെ ഇത് ഞാൻ കരിയാപ്പില നല്ലോണം ഇടാം. നിങ്ങളുടെ ആവശ്യത്തിന് ഇടാൻ കരിയാപ്പില. ചില ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് മല്ലിയില ഇടും, അതിൻ്റെ പുറത്ത് ടോപ്പിംഗ് ഇട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ വറ്റൽമുളക് ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ. ഒരുപാട് വേണമെങ്കിൽ ഒരുപാട് ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മുളകിൻ്റെ അനുസരിച്ച് ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാടൊന്നും ഇടണ്ട. കാരണം വെറും വയറ്റിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ വയറ് നെഞ്ചരിയും. അതുകൊണ്ട് ഒരുപാടൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. കുറച്ചിട്ട് കഴിക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണം സ്നാക്സായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യും. ഇനി കപ്പലണ്ടി ഞാൻ ഇച്ചിരി ഇടും. കപ്പലണ്ടി വറുത്ത കപ്പലണ്ടില്ല, പച്ച കപ്പലണ്ടി ഇട്ടാൽ അത് അതിനകത്ത് കിടന്നത് വറുത്തോളും. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, അതൊക്കെ ഓപ്ഷനല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പീനട്ട് ഇടുക കുറച്ച്, ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇടണമെന്നൊന്നുമില്ല. അതുപോലെ കാഷ്യൂനട്ട് ഞാൻ ഇച്ചിരി ഇട്ടു. അതും ഇട്ടൊന്ന് ഫ്രൈ ആക്കി കഴിയുമ്പോൾ
ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ നല്ലോണം ഒന്ന് മറുത്ത് നല്ല മണം വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് നമുക്കല്ല ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി. അപ്പോൾ എണ്ണ എപ്പോഴും ശ്രദ്ധിക്കുക, എണ്ണ കുറച്ച് മുന്നോട്ട് നിൽക്കണം കേട്ടോ. അപ്പം ഇതിങ്ങനെ എണ്ണ നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല ഇതിനകത്തതുകൊണ്ട്. ചില ആൾക്കാർ പൊട്ടറ്റോയും ഈ സമയത്ത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിനകത്തിട്ട് അതിനകത്തിട്ട് അത് തന്നെ ഇച്ചിരി ഒന്ന് വെന്ത് ഫ്രൈ ചെയ്തിടാം. ഞാൻ പൊട്ടറ്റോ ഇട്ടിട്ടില്ല. ചില ആൾക്കാർക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ഇടാം അതിനകത്ത്. ഞാൻ ഇതിനകത്ത് പൊട്ടറ്റോ ഇപ്പോൾ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പൊട്ടറ്റോ അരിഞ്ഞു അതിനകത്ത് ഇടാം. ഞാൻ അതിനകത്ത് പൊട്ടറ്റോ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ കണ്ടോ നല്ലോണം മണമൊക്കെ വരും. ചെറിയ തീയിലിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താവുന്നിടം വരെ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഇത് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, ഒരുപാട് വിശക്കത്തില്ല. പിന്നെ അതുപോലെ ടാപ്പിയൊക്കെ ഒക്കെ നല്ലതല്ലേ. അപ്പം ഇത് നല്ലോണം ഇതാണ് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടി. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇടുക. ഇച്ചിരി മതിയെങ്കിൽ ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇടണ്ട. ഫാസ്റ്റിംഗ് അല്ലാത്ത ആൾക്കാർ മാത്രം അത് മുളക് പൊടി ഇട്ടാൽ മതി. ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് മുളക് പൊടി ഇടണം. എനിക്ക് ഇച്ചിരി എരിവ് വേണം, അതുകൊണ്ട് ഞാനൊരു ശകലം മുളക് പൊടി ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പച്ചമുളക് തന്നെ ഇച്ചിരി ഇത് കിട്ടും നമുക്ക്. ഇതിട്ടതിന് ശേഷം ഞാൻ നോക്കി ഇതുണ്ട് സാബുദാന ഉണ്ടല്ലോ, സാബുദാനയും നമ്മളെന്താ പറയുക ചവ്വരി ഒന്ന് എടുത്ത് അതിനകത്തോട്ടിട്ട് ഇപ്പം നോക്കി അതിനകത്തോട്ട് എല്ലാ ചവ്വരിയും വൃത്തിയായിട്ട് ഇട്ടിട്ട് അതിന് നല്ലപോലെ ഇളക്കണം. കുറച്ചേരം ഗ്യാസിലാണ് അത്. ഇപ്പോൾ നോക്കിയാൽ നല്ല ചവ്വരി കണ്ട് എൻ്റെ ചവ്വരി ഉണ്ട്. കറക്റ്റ് വെള്ളം ഒഴിച്ചപ്പോൾ അതിങ്ങനെ പേൾ വന്നു. നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണത്, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അത്. കപ്പ പോലും തോറ്റു വയ്ക്കും ചില സമയത്ത്. കഴിച്ചു നോക്കും. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ്സ് അല്ലേ ഇത്, ഈ കർണാടകക്കാരുടെയും നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഫുഡാണ്. നല്ലവണ്ണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴല്ലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ആ വേർഷനിൽ നിങ്ങൾക്ക് ഇട്ട് തന്നത്, കാരണം നിങ്ങളതൊക്കെ ട്രൈ ചെയ്യാനാണ്. ഇതാണ് ഞാൻ നല്ലോണം ഇളക്കി, നല്ല വൃത്തിയായി ഇളക്കി കുറച്ച് നേരം വെക്കുക. ഇത് അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട, ഇതിനൊന്നും അങ്ങനെയൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത്. ഇത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് എത്ര വേണോ അത്ര ഇടുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ചവ്വരി ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ടു. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ടാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ഉപ്പിട്ടുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ഗ്യാസിൽ തന്നെ വെക്കുക. ഞാൻ ഇളക്കി കൊടുക്കുമ്പോൾ ആ പേൾസ് ഇതുണ്ടല്ലോ ചവ്വരി അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടോ, ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങളങ്ങനെ ഇളക്കി നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക. ഭംഗിയായിട്ട് ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ, ഗ്യാസിൽ കിടന്ന് അതൊന്ന് ഇത് നേരെ ആവട്ടെ. ഇച്ചിരി നേരം വലിയ തീ അടി അങ്ങ് പിടിക്കാതെ നോക്കിക്കോണം. അതെല്ലാം ഇങ്ങനെ ഇളക്കി കുറച്ച് നേരെ ആയി കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയില്ല, നമ്മുടെ കയ്യിൽ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ട്, അത് തരിതരാ പൊടിച്ച് വെച്ചേക്കുക. അതാണ് അതിൻ്റെ സാബുദാനയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലാസ്റ്റിലിടണം. ചില ആൾക്കാർ ലാസ്റ്റിൽ ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് അതിട്ടാലും മതി. ചില ആൾക്കാർ എന്തെന്ന് വെച്ചാൽ ലാസ്റ്റിൽ ഇച്ചിരി മല്ലിയില ഇടും. നമ്മൾ കേരളീയൻസ് ആൾക്കാർക്ക് മല്ലിയില അധികം ഇഷ്ടമില്ലാത്തതുണ്ട്. കണ്ടോ, അതിനകത്ത് തരിതര പൊടിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ടു. അത് ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി, അല്ല ലാസ്റ്റ് സിമ്മിലിട്ടിട്ട് അതൊന്ന് ഇട്ട് ഇളക്കുക. അതിട്ടിട്ട് അധികം നേരം അങ്ങോട്ട് കുക്കാക്കണ്ട. നല്ല തരിതര പൊടിക്കാവും, ശ്രദ്ധിക്കണം. ഇച്ചിരി കപ്പലണ്ടിയുടെ ബൈറ്റ്സൊക്കെ വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ചെറിയ ഇത് വേണം. ഇത് നോക്കി ഞാൻ നല്ലോണം ഇളക്കി. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇത്രേ ഉള്ളൂ. ലാസ്റ്റിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടല്ലേ ഇട്ടത്. അതങ്ങോട്ട് എടുക്കുക. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ആൾക്കാരാണെങ്കിൽ മുളകുകളൊക്കെ കുറച്ചിട്ട് ചെയ്യുക. ഇതിനകത്ത് ഉള്ളിയില്ല, ഇതിനകത്ത് ഗാർലിക് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഫാസ്റ്റിങ്സിന് ബെസ്റ്റാണ്. ഫാസ്റ്റിംഗ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇച്ചിരി പൊട്ടറ്റോയോ അതിൻ്റെ കൂടെ ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ അവർക്ക് ഹോൾ ഡേ ഇത് കഴിച്ചാൽ നിന്നോളും. ഒരു കട്ടൻ ചായ കുടിച്ചാൽ മതി, നിന്നോളും. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇത് കർണാടകക്കാരുടെയും ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെയും
ഒക്കെ സ്പെഷ്യൽ സാധനങ്ങളാണ്. ഇപ്പം ശ്രാവണ മാസമാണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രാവണ മാസത്തിൽ ആൾക്കാർ മോസ്റ്റ്ലി ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നിൽക്കാനായിട്ട് നല്ലതാണ്. നല്ല